അങ്ങനെ അതേ കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഞാനിത് വീണ്ടും എൻ്റെ വീട്ടിലെത്തിക്കണം കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ഓടുന്നത് അടുക്കളയിലോട്ട് തന്നെ. അപ്പോൾ ഇപ്രാവശ്യം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം കണ്ടു. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മാങ്ങയാണെന്ന് തോന്നെങ്കിലും ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇത് നല്ല സൂപ്പർ അമ്പഴങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലമായിട്ടോ, കല്യാണത്തിന് മുന്നേ കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ എവിടെയൊന്നും കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇതേ നല്ല പുളിയുണ്ട്, എന്നാലും ഉപ്പൊക്കെ കൂട്ടി കടിച്ച് മുറിച്ചങ്ങ് കഴിച്ചിട്ടോ. അങ്ങനെ ഏതാണ്ട് ഇതേ ഈ പരിവായിട്ടുണ്ട്. ഇനി അതിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല കേട്ടോ. അപ്പോൾ അതങ്ങ് വലിച്ചെറിഞ്ഞു. ഇനി എന്ത് കഴിക്കും എന്നിങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരുന്നപ്പോഴാണ് എന്നെ തേടി ആ മണം വന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള പേപ്പറിൻ്റെ ചായക്കടയിൽ നിന്നാണ് ആ മണം. നല്ല സൂപ്പർ പരിപ്പോടെ ഉണ്ടാക്കുന്നതിൻ്റെ മണമാണ് കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് ഒട്ടും ഇരിപ്പുറച്ചില്ല എന്ന് തന്നെ പറയാം. ഞാൻ വേഗം തന്നെ മേമയുടെ അടുത്തേക്ക് ഓടി കേട്ടോ. അപ്പോൾ മേമതേ ചട്ടിയിൽ നിന്നൊക്കെ വാർത്തൊരു പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മുഴുവൻ എനിക്ക് കഴിക്കാനുള്ളതാണ്. അല്ലാട്ടോ, ഇതിന് ഒരെണ്ണം എനിക്ക് എടുക്കാം, ബാക്കി പിന്നെ ചായക്കടയിൽ തന്നെ കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഒരെണ്ണം എടുത്ത് കടിച്ചതും എൻ്റെ പിള്ളേർ എന്നെ തേടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എங்கே പോയാലും ഇവരെൻ്റെ പിന്നാലെ കൂടും. അപ്പോൾ ഞങ്ങളൊക്കെ കൂടി ഷെയർ ഇട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കല്ലേ. ടാറ്റാ.